ഗുഡ് മോർണിംഗ്, നമസ്കാരം. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ. അതിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മെയ് 4 എന്തായിരിക്കും കേരളം വിധി പറയുക എന്നൊരു വലിയ ആകാംക്ഷയിലാണ്. അതിൻ്റെ കണക്ക് കൂട്ടലും അതിൻ്റെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ ഇന്നത്തെ എല്ലാ വാർത്തകളും നമുക്ക് നോക്കാം. ഇന്ന് മെയ് 1 മേഡം 18 വെള്ളിയാഴ്ചയാണ്. മെയ് 1 ലോക തൊഴിലാളി ദിനം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ തൊഴിലാളികൾക്കും നല്ലൊരു തൊഴിലാളി ദിനം കൂടി നമ്മൾ ആശംസിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും മെയ് ദിന ആശംസകൾ. ഒരു വാർത്താ ദിനം തുടങ്ങുകയാണ്. ഈ പ്രഭാതത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ലോകത്തെ എല്ലായിടത്തും ഉണ്ടായിട്ടുള്ള വാർത്തകൾ, അതോടൊപ്പം തന്നെ ഇന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി 3 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത്തവണ എന്നതാണ് വിലയിരുത്തൽ. എക്സിറ്റ് പോൾ ഫലം UDF അനുകൂലമാണെങ്കിലും അതൊന്നും കാര്യമല്ല എന്നതാണ് LDFന്റെ വിശദീകരണം. നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും സംസ്ഥാനത്ത് ഭരണത്തിലെത്താനാകും എന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ LDF പരാജയപ്പെട്ടാൽ ഭരണത്തിലുള്ള ഏക സംസ്ഥാനവും മുന്നണിക്ക് നഷ്ടമാകും. മെയ് 4 സംഘർഷങ്ങൾ തടയാൻ അതീവ സുരക്ഷ പോലീസ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. റിനു ശ്രീധർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, എല്ലാവരും ഈ ദിവസങ്ങൾ എണ്ണി അല്ലെങ്കിൽ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ്. ഇനി 2 ദിവസം അപ്പുറത്ത് നിൽക്കുകയാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ ആര് ഭരിക്കും, മറ്റ് സംസ്ഥാനങ്ങളിൽ ആരാണ് ഭരണത്തിൽ വരാൻ പോകുന്നത് എന്നതൊക്കെയുള്ള ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് UDFന്റെ ഒരു തിരിച്ചുവരവാണ്. അതേസമയം തന്നെ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും ഭരണ തുടർച്ച ഉണ്ടാകും എന്ന പ്രതീക്ഷ ഇടതുമുന്നണി കൈവിട്ടിട്ടില്ല. NDA ആകട്ടെ ഒരു സീറ്റ് ഇത്തവണ നേടാനായി കഴിഞ്ഞാൽ അതൊരു വൻ നേട്ടമാണ് എന്ന വിലയിരുത്തലിലാണ്. ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ, നെഞ്ചിടിപ്പേറി വരുന്ന ഈ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്താണ് മുന്നണികൾ കണക്കുകൂട്ടുന്നത്, എന്തൊക്കെയാണ് അവരുടെ വിജയ പ്രതീക്ഷകൾ? കോൺഗ്രസ് ക്യാമ്പിനകത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ വരെ സജീവമായിരിക്കുന്നു. ആര് മന്ത്രിയാകണം എന്നതിലേക്ക് വരെ ആലോചനകൾ കടക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. ഇടതുമുന്നണിക്കാകട്ടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ഉറപ്പിൽ അവർ കഴിയുന്നു. NDA നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. എന്താണ് മുന്നണികളിലെ ക്യാമ്പുകളിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, ആലോചനകൾ, പ്രതീക്ഷകൾ? ഗുഡ് മോർണിംഗ് GK. എന്തായാലും വലിയ ആത്മവിശ്വാസമാണ് UDFന്. ഏറ്റവും ഒടുവിൽ ചാണക്യയുടെ ഒരു സർവേ ഫലം കൂടി പുറത്തു വരുമ്പോൾ, എക്സിറ്റ് പോൾ ഫലം കൂടി പുറത്തു വരുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് UDFന് എന്ന് വേണം കരുതാൻ. നിലവിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമാണ് UDFനകത്ത്. ഇപ്പോൾ ഈ ആത്മവിശ്വാസം വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരുടെ അല്ലെങ്കിൽ ആരൊക്കെയാണ് മന്ത്രിമാർ എന്നതടക്കമുള്ള ചർച്ചയിലേക്ക് UDF കടന്നു എന്ന് വേണം പറയാൻ. എന്തായാലും വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള ചർച്ചകൾ ബലം പകരും അല്ലെങ്കിൽ ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ മുതിർന്ന നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. എല്ലാ രീതിയിലും മുന്നണികൾക്ക് ഗതിവിഗതികൾ നിർണ്ണയിക്കും എന്ന് തന്നെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഗതിവിഗതികൾ നിർണ്ണയിക്കും എന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. ഏറ്റവും പ്രധാനം ഇനി 2 ദിവസം മാത്രമാണ്. 3-ാം നാൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വരും എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ആര് നയിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയും. ഈ സർവേ ഫലങ്ങളൊക്കെ തന്നെ പ്രതികൂലമാണെങ്കിലും LDF പറയുന്നത് അതൊന്നും തന്നെ കണക്കിലെടുക്കുന്നില്ല. ഒരു കാലത്തും ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായിരുന്നില്ല. അതുകൊണ്ട് അത് കണക്കിലെടുക്കുന്നില്ല. നേരിയ ഭൂരിപക്ഷത്തിൽ പോലും ആണെങ്കിൽ പോലും LDF അധികാരത്തിൽ വരും എന്നുള്ളതാണ്. എന്തായാലും ഈ ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ കോൺഗ്രസും അല്ലെങ്കിൽ UDFO അല്ലെങ്കിൽ LDF ഭരണത്തിൽ വരുന്നെങ്കിൽ അതൊരു നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ മേഖല അല്ലെങ്കിൽ കേരള രാഷ്ട്രീയമൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അതീവ സുരക്ഷയാണ് കേരളത്തിൽ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ LDF അധികാരത്തിലെത്തി പിണറായി വിജയന് 3-ാം ഊഴം ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലെങ്കിൽ ഈ UDF വിജയിച്ചു കയറുമോ, ഒരു സീറ്റിലെങ്കിലും വിജയിച്ചാൽ മതി, അല്ലെങ്കിൽ അത് വലിയ നേട്ടമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭരണ തുടർച്ച എന്ന ഇടതു മുന്നണിയുടെ പ്രതീക്ഷയ്ക്ക് അവർ കാണുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നത് CPM ക്യാമ്പിനൊക്കെ ഏറ്റവും അധികം ആവലാതിപ്പെടുത്തുന്നത്
ന്യൂനപക്ഷ വോട്ടുകൾ മറുഭാഗത്തേക്ക് ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതേസമയം തന്നെ സ്ത്രീകളുടെ വോട്ടുകൾ കൂടുതലായി ഇത്തവണ സമാഹരിക്കാൻ കഴിയും എന്നൊരു കണക്കുകൂട്ടലും അവിടെയുണ്ട്. ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് അവർക്ക് പറയാനൊരു കാരണമുണ്ട്. കാരണം 10 വർഷം തുടർച്ചയായി കേരളം ഭരിച്ച ഒരു മുന്നണി, അതിനെതിരെ സ്വാഭാവികമായും ജനങ്ങൾ ഒരു മാറ്റം ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നതിന് അവർക്ക് ആ അർത്ഥത്തിലൊരു യുക്തിയുണ്ട്. ഇടതു മുന്നണി ഒരു ഭരണ തുടർച്ചയ്ക്ക് കാണുന്ന കാരണങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായതാണ്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. എനിക്ക് തോന്നുന്നു ദിൽന, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിപ്പോൾ 2 ദിവസം കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫലം അറിയാൻ കഴിയും. പക്ഷേ മുന്നണികളെ സംബന്ധിച്ചും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് കുറേ കണക്കുകൂട്ടലുകൾ നടത്താനുണ്ട്. UDF ക്യാമ്പിലാകട്ടെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചയിലേക്ക് കടന്നു. ഇടതുമുന്നണി ഇനി മുഖ്യമന്ത്രി പറഞ്ഞതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഫയലുകളൊക്കെ ഇനി നമുക്ക് സർക്കാർ വന്ന ശേഷം നോക്കാം എന്നൊക്കെയാണ്. അപ്പോൾ ഒരു വിജയപ്രതീക്ഷ അദ്ദേഹത്തിനുമുണ്ട് എന്നതാണ് അല്ലേ? അതെ അതെ. സാധാരണ ഇപ്പോൾ ലോക്സഭ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് ജയിക്കുമെന്ന് പറയുമ്പോഴും ഉള്ളിൽ ഇല്ല, സാധ്യതയില്ല എന്നൊക്കെ LDF-ന് ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആത്മവിശ്വാസം, സത്യത്തിൽ ആത്മാർത്ഥമായ LDF കൈവിട്ടിട്ടില്ല എന്നതാണ്. ജനങ്ങളുടെ മനസ്സറിയാൻ പറ്റാത്തത് കൊണ്ടാണോ മുന്നണികൾക്ക്, അതോ ജനങ്ങൾ അങ്ങനെ ഒരു പിടികൊടുക്കാത്ത നിലയിൽ തീരുമാനമെടുത്തത് കൊണ്ടാണോ, അതോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ അത് ഏതാണ്ട് എക്സാക്ട് പോള് തന്നെയായിരുന്നു. പക്ഷേ എക്സിറ്റ് പോളുകൾ തെറ്റിയ എത്രയോ ചരിത്രമുണ്ട്, എത്രയോ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് മുന്നണികൾക്ക് വിജയപ്രതീക്ഷ വെച്ച് പുലർത്താൻ അതിൽ തെറ്റില്ല. ഏതായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നമുക്ക് 4-ാം തീയതി രാവിലെ 5 മണി മുതൽ 24-ൽ നിങ്ങൾക്ക് ഈ ഓരോ ലൈവ് അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ കിട്ടും. ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളാണ് 4-ാം തീയതി. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും 24 പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മുന്നണികൾ എങ്ങനെയാണോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്, അതുപോലെ എല്ലാവിധ ഒരുക്കങ്ങളോടും സന്നാഹങ്ങളോടും കൂടി ആ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യതയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളും വളരെ ആകാംക്ഷയോടുകൂടി ഈ വിവരങ്ങൾ ലോകത്തെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കേരളത്തിന് മാത്രമല്ല തമിഴ്നാടിനും ബംഗാളിനും അസമിനും അതുപോലെ തന്നെ പുതുച്ചേരിക്കും ആകാംക്ഷയുടെ ദിവസമാണ് മെയ് 4. ഇന്നലെ വളരെ നാടകീയമായ സംഭവങ്ങൾ ബംഗാളിൽ നടന്നിരുന്നു. EVM തിരിമറിക്ക് നീക്കം എന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. ഈ ആരോപണം ഉന്നയിച്ച തൃണമൂൽ പ്രതിഷേധത്തിന് രംഗത്ത് വന്നു. അതിനെ പ്രതിരോധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. അതോടെ ബംഗാളിൽ വലിയ നാടകീയമായ രംഗങ്ങളാണ് ഇന്നലെ രാത്രി അരങ്ങേറിയത്. തന്റെ മണ്ഡലമായ ഭവാനിപൂരിൽ EVM സൂക്ഷിച്ച സ്കൂളിലേക്ക് മമതാ ബാനർജി നേരിട്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 3 മണിക്കൂറിലേറെ നേരം മമത സ്കൂളിനകത്ത് തുടരുകയും ചെയ്തു. ഈ സമയം പുറത്ത് BJP പ്രവർത്തകരും തൃണമൂൽ പ്രവർത്തകരും ഏറ്റുമുട്ടി. ഒരു പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട്. തിരിമറി സാധ്യത കണ്ടാണ് താൻ എത്തിയത് എന്ന് പുറത്തു വന്ന ശേഷം മമതാ ബാനർജി മാധ്യമങ്ങളോട് വിശദീകരിച്ചു. अगर ऐसा इसलिए बोलबो सब रास्ता যদি ওরা আসতে পারে তো আমাদের লোকরাও গাঁও থেকে যারা যারা পারবে ওখানে এসে দাঁড়াবে। আরে গুজরাটি পরিচয় ওকে थोड़ा इसीलिए ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീനാഥ്, ഇന്നലെ രാത്രി ഏതാണ്ട് ഈ നാടകീയ സംഭവങ്ങളെല്ലാം ഏറെക്കുറെ നേരിട്ട് തന്നെ കണ്ട ആളാണ് ശ്രീനാഥ്. എന്താണ് ഇപ്പോൾ കൊൽക്കത്തയിലെ സാഹചര്യം, ബംഗാളിലെ സാഹചര്യം? വലിയ വാശിയേറിയ പോരാട്ടം ഇത്തവണ ബംഗാളിൽ നടന്നിരുന്നു. BJP-യും TMC-യും തമ്മിൽ ആ വാശിയേറിയ പോരാട്ടം അത് ഈ തിരഞ്ഞെടുപ്പ് വോട്ട് കൗണ്ടിംഗ് മാത്രം ബാക്കിയുള്ളപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകളും എല്ലാമായി BJP-യും തൃണമൂലും തുടരുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ഒരു ആരോപണം TMC കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയും ചെയ്തു. എന്താണ് ബംഗാളിൽ ഇപ്പോഴത്തെ സാഹചര്യം? ദിൽന GK, അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ നാടകം, രാത്രി നാടകമാണ് ബംഗാളിൽ കൊൽക്കത്തയിൽ ഇന്നലെ രാത്രി കണ്ടത്. കൊൽക്കത്തയ്ക്ക് ബംഗാളിന് പതിവില്ലാത്ത ചില കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. രാത്രി ഒരു പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ഇടത്തേക്ക് മമതാ ബാനർജി തന്നെ നേരിട്ട് എത്തുന്നു. അവിടെ ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയം മമത ഉള്ളിലിരിക്കുന്നു. പുറത്തപ്പോഴേക്കും സംഘടിച്ച ആളുകൾ എത്തുന്നു. അവർ നേർക്കുനേർ വരുന്നു. അതിനിടയിലേക്ക് TMC-യുടെ സ്റ്റിക്കർ പതിച്ച ഒരു വാൻ എത്തുന്നു. ആ വാൻ തടഞ്ഞുകൊണ്ട് BJP പ്രവർത്തകർ വളയം തീർക്കുന്നു. അവിടെ അവരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്നതിനിടെ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. പോലീസുകാരന് പരിക്കേൽക്കുന്നു. അങ്ങനെ വലിയ നാടകങ്ങൾ കണ്ടു. ഏറ്റവും ഒടുവിൽ രാത്രി 12 മണിക്ക് ശേഷമാണ് ആ പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ഇടത്തു നിന്ന് പുറത്തേക്ക് മമതാ ബാനർജി വന്നത്. അതിനിടെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനം വിളിക്കുന്നു. രാത്രി തന്നെ, അർദ്ധരാത്രി തന്നെ ഒരു വാർത്താ സമ്മേളനം അപൂർവമായി അവിടെ നടക്കുന്നു. മമതാ ബാനർജി ഇന്ന് നടത്തിയ നീക്കം
അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിമർശിക്കുന്നു. അങ്ങനെ പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ഇടത്തേക്ക് സ്ട്രോങ് റൂമിനകത്തേക്ക് കയറാൻ ആർക്കും കഴിയില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ മെഷീനുകളുടെ കസ്റ്റോഡിയൻ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്ഥാനാർത്ഥികൾക്ക് അതിന്റെ ഒരു ഒബ്സർവർ, അതിന്റെ ഒരു നിരീക്ഷകനായി അവിടെ എന്താണ് നടക്കുന്നത് നോക്കിക്കാണുന്നതിനപ്പുറത്തേക്ക് അതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാൻ ഈ തരത്തിൽ കടന്നു കയറാനൊന്നും തന്നെ പറ്റില്ല എന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിക്കുകയും ചെയ്തു. പിന്നാലെ പുറത്തു വന്നതിന് ശേഷം മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് ബംഗാളിൽ ഇതുവരെ നടക്കാത്ത രീതിയിലാണ് നടക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികളെ പോലും മമതാ ബാനർജിയുടെ റെപ്രസെന്റേറ്റീവിനെ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ പലതരത്തിൽ ഒരു ഏകപക്ഷീയമായ രീതിയിലാണ്, വൺ സൈഡഡ് ആയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന രീതിയിൽ മമതാ ബാനർജി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് പാർട്ടി പ്രവർത്തകരോടെന്ന വണ്ണം ഒരു വീഡിയോ മമതാ ബാനർജി പങ്കുവച്ചിരുന്നു. അതിൽ അവർ പറഞ്ഞത് ഈ ഓരോ വോട്ടും എണ്ണി തീരുന്നത് വരെ, അവസാന നിമിഷം വരെ ഇനിയിപ്പോൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നതാണ്. EVM അടക്കം തിരിമറി നടത്താനുള്ള, സ്ട്രോങ് റൂമിൽ കടന്നു കയറാനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്ന രീതിയിലായിരുന്നു ആ പ്രതികരണം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ദീദിയുടെ ഈ ഇടപെടലിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആശങ്കയുടെ ഘടകം നിലനിൽക്കുന്നുണ്ടോ? കാരണം മിക്ക എക്സിറ്റ് പോളുകളും പശ്ചിമ ബംഗാളിൽ ഒരു വലിയ അട്ടിമറിയുടെ സാധ്യതകൾ പ്രവചിക്കുന്നുണ്ട്. BJP അധികാരത്തിൽ വരും എന്ന പ്രവചനങ്ങൾ വന്നു നിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു ആശങ്കയിൽ നിന്നുകൂടിയാണോ മമതാ ബാനർജിയുടെ ഈ ഇടപെടൽ? EVM അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന ആരോപണമൊക്കെ അങ്ങനെ ഒരു തോന്നൽ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ദിവസം പോലും, വോട്ടെടുപ്പിന്റെ ദിവസം പോലും പതിവില്ലാത്ത വിധം രാവിലെ 8 മണിയോടെ തന്നെ മമതാ ബാനർജി പുറത്തിറങ്ങുന്നു. ഓരോ ബൂത്തുകളിലും നേരിട്ടെത്തി കാര്യങ്ങൾ സന്ദർശിക്കുന്നു. സാധാരണ ഇല്ലാത്തത് വിധമുള്ള ഒരു നീക്കം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, എക്സിറ്റ് പോളുകൾ വന്നതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയത്. എക്സിറ്റ് പോളുകൾ ഞങ്ങളുടെ ആവേശം, പ്രവർത്തകരുടെ ആവേശം കെടുത്താനുള്ള ഒരു നീക്കമാണ്, ആത്മവിശ്വാസം തകർക്കാനുള്ള നീക്കമാണ്, അത് അനുവദിച്ചുകൂടാ എന്ന തരത്തിലായിരുന്നു പ്രതികരണം. പിന്നീട് രാത്രി ഈ തരത്തിലൊരു രാഷ്ട്രീയ നാടകം, മാത്രമല്ല കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിന് തൊട്ടടുത്തുള്ള നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലും ഇതുപോലെ ഒരു നാടകം അരങ്ങേറിയതാണ്. അവിടെ ചില CCTV ദൃശ്യങ്ങൾ, ഈ സ്ട്രോങ് റൂമിനടുത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ തൃണമൂൽ കോൺഗ്രസ് പങ്കുവയ്ക്കുന്നു. അതിൽ ചിലർ എന്തോ ഒരു കാര്യം ചെയ്യുന്നു. അത് EVM ആണോ എന്ത് പെട്ടിയാണെന്ന് അറിയില്ല. ആ ദൃശ്യങ്ങളിൽ അത്ര വ്യക്തതയില്ല. പക്ഷേ സ്ട്രോങ് റൂമിനടുത്തുള്ള ചില പെരുമാറ്റമാണ് അതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നാലെ തന്നെ കുനാൽ ഘോഷ് അടക്കമുള്ള ചില TMC നേതാക്കൾ അവിടേക്ക് എത്തുന്നു. അവിടെ ഒരു ചെറിയ ധർണ നടക്കുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് അതിലൊരു വ്യക്തത വരുത്തി. യഥാർത്ഥത്തിൽ അത് ഈ സ്ട്രോങ് റൂം അല്ല, EVM സൂക്ഷിച്ച മുറി തുറന്നിട്ടില്ല. അതിന് സമീപമുള്ള ഈ പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ച ഇടം, അവിടെ പോസ്റ്റൽ ബാലറ്റുകൾ മണ്ഡലാടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ജോലിയായിരുന്നു അവിടെ നടന്നതെന്നും അത് നേരത്തെ തന്നെ എല്ലാവരെയും അറിയിച്ചിരുന്നതാണ് എന്നും ഒരു വിശദീകരണം നടത്തി. പിന്നാലെ ഈ ധർണ അവസാനിക്കുന്ന കാഴ്ച കണ്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരിടത്ത് ഭവാനിപ്പൂരിലെ, തന്റെ മണ്ഡലമായ ഭവാനിപ്പൂരിലെ EVM സൂക്ഷിച്ചിടത്തേക്ക് മമതാ ബാനർജി എത്തുന്നത്. ചുരുക്കത്തിൽ ഒരു ആശങ്ക മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് പ്രകടമായി തന്നെ കാണുന്നുണ്ട്. മുൻപൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിലേക്ക് എക്സിറ്റ് പോളും അതിനൊരു കാരണമായി എന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് തന്നെ ആ തരത്തിൽ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുള്ള ചില നാടകീയ നീക്കങ്ങൾ, മുമ്പൊന്നും ഇല്ലാത്ത വിധമുള്ള നീക്കങ്ങൾ നമ്മൾ വോട്ടെടുപ്പ് ദിവസം പോലും കണ്ടതാണ്. അതുകൊണ്ട് ആ തരത്തിലൊരു ആശങ്ക ഉണ്ട് എന്ന തോന്നൽ സ്വാഭാവികമായും തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥികൾ EVM സൂക്ഷിച്ച ഇടത്തേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധരാത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചത്. സ്ഥാനാർത്ഥികൾക്ക് ഈ വിധം EVM സൂക്ഷിച്ചിടത്തേക്ക് വരാനോ പരിശോധിക്കാനുള്ള ഒരു സാധുത ഇല്ല എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്. അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ എല്ലാ സ്ഥാനാർത്ഥികളും കൂട്ടത്തോടെ ഈ EVM സൂക്ഷിച്ച ഇടത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നടപടി പാടില്ല എന്നുള്ള രീതിയിലാണ് ഇന്നലെ അർദ്ധരാത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടന്നത്. ഏതായാലും ഇന്നലെ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു നാടകീയ രംഗങ്ങൾ, സംഘർഷ സാഹചര്യം ഇന്നലെ കൊൽക്കത്ത നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച ഇന്നുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. GK. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. ഇതിൽ എനിക്ക് തോന്നി പശ്ചിമ ബംഗാൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പല നിലയ്ക്കും സജീവമായ ഒരു ശ്രദ്ധ ആവശ്യപ്പെടുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് വർഗീയ പ്രചാരണങ്ങൾ ഉണ്ടായി, വലിയ സംഘർഷങ്ങൾ ഉണ്ടായി, പലയിടങ്ങളിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. അപ്പോൾ അതിന് ഏറ്റവും ഒടുവിലാണ് ഈ EVM മെഷീനുകളിൽ കൃത്രിമത്വം നടത്താൻ പോകുന്നതെന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് മമതാ ബാനർജി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ. ഒരു പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പശ്ചിമ ബംഗാളിൽ തൃണമൂലിനെതിരാണ്. അതിൽ ഒരുപക്ഷെ മമതയ്ക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ടാകാം. അതിനപ്പുറത്ത് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക്
എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കൂ. തെറ്റിപ്പോയി. തൃണമൂൽ തോൽക്കും തകർന്നടിയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അന്ന് മമതാ ബാനർജി കാണിച്ച ഒരു ആത്മവിശ്വാസം, എക്സിറ്റ് പോളുകൾക്കെതിരെ നടത്തിയ പ്രതികരണങ്ങൾ അത് ഇത്തവണ ഉണ്ടായില്ലെന്ന് ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്നലത്തെ പ്രകടനം അത് ആത്മവിശ്വാസത്തിന്റെ പുറത്താണോ ആശങ്കയുടെ പുറത്താണോ എന്ന് മെയ് 4-ാം തീയതി അറിയാം. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ തുടരുകയാണ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഈ വാർത്തയുടെയും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ഈ പ്രഭാതത്തിൽ. റിനു, ഇനിയിപ്പോൾ വേനൽ മഴയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പക്ഷേ അതേസമയം തന്നെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടുത്ത ചൂട്, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തൊട്ടു പിന്നാലെ കനത്ത മഴയുടെ വെല്ലുവിളികൾ കൂടി നമ്മൾ നേരിടാൻ പോവുകയാണോ? എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? എവിടെയൊക്കെയാണ് ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളത്? എന്തെങ്കിലും മുൻകരുതലുകൾ ആവശ്യമായിട്ടുണ്ടോ? ദിൽന, എന്തായാലും സംസ്ഥാനത്ത് കനത്ത ചൂടാണ്. ആ ചൂട് നിലനിൽക്കെയാണ് ആശ്വാസം പകർന്നുകൊണ്ട് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച്, അതായത് ഇന്ന് പുലർച്ചെ 4 മണിക്ക് നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഇനിയും 1 മണിക്കൂർ അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് 2 ജില്ലകളിൽ ആലപ്പുഴ, എറണാകുളം ജില്ലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ ആലപ്പുഴ, അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ നിലവിലില്ല. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും വരുന്ന 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തീരദേശത്തുള്ളവർക്ക് അങ്ങനെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും ഇല്ല. എന്തായാലും ഈ കനത്ത ചൂടിൽ ആശ്വാസകരമാകും ഈ വേനൽ മഴ എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. GK ദിൽന. ഏതായാലും വേനൽമഴ എത്തട്ടെ. കാരണം ഈ കടുത്ത ചൂടിനൊരു ശമനം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഈ നല്ല മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇറാനുമായുള്ള യുദ്ധം പുനരാരംഭിക്കേണ്ടി വന്നേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാരണയിലെത്താൻ ഇറാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. തീരുമാനമെടുക്കേണ്ട ഇറാന്റെ നേതാക്കൾ ആരാണെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അമേരിക്കൻ സൈനിക നടപടി തന്നെയാണെന്നും അത് തുടരുന്നത് ക്ഷമിക്കാനാകില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. മധു കൊട്ടാരക്കര, ഈ എന്താണ് യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്? കാരണം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ ആ യുദ്ധം പുനരാരംഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അങ്ങനെ സ്ഥിതിഗതികൾ വഷളായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ? ഈ പാകിസ്ഥാന്റെ ഒക്കെ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങളൊക്കെ മരവിച്ച അവസ്ഥയിലാണോ ഇപ്പോഴുള്ളത്? ഗുഡ് മോർണിംഗ് GK ദിൽന. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു നിയമവശവുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ അമേരിക്കയിൽ സജീവമായിരിക്കുകയാണ്. അതായത് 60 ദിവസത്തിനുള്ളിൽ US കോൺഗ്രസിന്റെ അനുവാദം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വെടിനിർത്തൽ നടപ്പിലായതുകൊണ്ട് ആ ദിവസങ്ങൾ കണക്കിലാക്കേണ്ടതില്ലെന്നാണ് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറയുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഭാഗത്ത് ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തതാണ് തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. അതുമാത്രമല്ല, ഇറാൻ പരസ്യമായി പറയുന്നതും ട്രംപ് അഡ്മിനിസ്ട്രേഷനോട് പറയുന്നതും വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് ട്രംപ് പറയുന്നു. അതേസമയം ഇറാനെതിരെ സ്വീകരിക്കേണ്ട പുതിയ സൈനിക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഉന്നത സൈനിക മേധാവികളുമായിട്ട് വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് വൈറ്റ് ഹൗസിലെത്തി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ള ഒരു വിശദീകരണം നൽകുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണത്തിലാക്കി അന്താരാഷ്ട്ര ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചില സൈനിക പദ്ധതികൾ ചർച്ചയാകുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇറാന്റെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള വളരെ ഷോർട്ട് എന്നാൽ ശക്തവുമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇറാന്റെ യുറേനിയം ശേഖരം പിടിച്ചെടുത്തിട്ട് അതിനായിട്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഉപയോഗിക്കാനുള്ള നീക്കങ്ങളും പെന്റഗൺ ആലോചിക്കുന്നുണ്ട്. അതേസമയം ഈ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നീക്കം നടത്തിയാൽ അമേരിക്കൻ സൈനിക
താവളങ്ങൾക്കും പശ്ചിമേഷ്യയിൽ ഇപ്പോഴുള്ള യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടാകുമെന്ന് IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സ് കമാൻഡർ മാജിദ് മുസവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഒരു വശത്ത് ഈ സൈനിക നീക്കങ്ങളുടെ ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് സമാധാനപരമായ ഒരു കപ്പൽ ഗതാഗതത്തിനായി നയതന്ത്ര നീക്കങ്ങളും അമേരിക്ക സജീവമാക്കുകയാണ്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട് എന്ന പേരിൽ ഒരു പുതിയ സഖ്യം രൂപീകരിക്കുവാൻ അമേരിക്ക ആലോചിക്കുകയാണ്. മെയ് 1 താല്പര്യമുള്ള രാജ്യങ്ങളെ അമേരിക്ക ഔദ്യോഗികമായി ഈ സഖ്യത്തിലേക്ക് ക്ഷണിക്കും. അതേസമയം ഇറാനെതിരെ അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി എണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് $126 വരെ ഉയർന്നതിന് ശേഷം പിന്നീട് അത് $114 തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. GK ദിൽന. മധു, ഇതിനകത്ത് ഇപ്പോൾ ഈ നാവിക ഉപരോധം, അമേരിക്ക ഹോർമൂസിൽ നടത്തുന്ന നാവിക ഉപരോധം എന്നത് യഥാർത്ഥത്തിൽ ഒരു സൈനിക നടപടിയായി തന്നെ കാണണം. ആ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഇറാന്റെ ഇപ്പോഴത്തെ പൊസിഷൻ, അത് സ്വാഭാവികമായും ഈ സമാധാന ശ്രമങ്ങൾക്കും നീക്കങ്ങൾക്കും ഒക്കെയുള്ള ഒരു വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അതിലൊരു മാറ്റവും വരാനുള്ള സാധ്യതയില്ലെങ്കിൽ പിന്നെ സമാധാനത്തിന്റെ വഴികൾ തേടിയുള്ള ചർച്ചകൾ ഇനി ഏത് ദിശയിലാണ് സഞ്ചരിക്കാൻ സാധ്യതയുള്ളത്? അതിന്റെ സാധ്യതകൾ ഏതാണ്ട് പൂർണ്ണമായി അടയുകയാണ് എന്ന് വിലയിരുത്തിയാൽ അത് ശരിയാകുമോ? ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചപ്പോൾ അതിന് പകരമായിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ നാവിക ഉപരോധം കൊണ്ടുവന്നത്. ഗോപികൃഷ്ണൻ, അതുവഴി ഇറാനെ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ആ മേശയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കൻ തന്ത്രം. പക്ഷെ ഇത്ര ദിവസമായിട്ടും ഇറാൻ അത് പിടിച്ചു നിൽക്കുകയാണ്. തന്നെയുമല്ല, എണ്ണയുടെ ഉൽപാദനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും ദിവസങ്ങളിൽ എത്തും. കാരണം ഇത് സ്റ്റോക്ക് ചെയ്യാനുള്ള ആ ശേഷിയും അതിൻ്റെ പരമാവധി എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങൾ ഒരു പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾക്കും വളരെ നിർണായകമായിരിക്കും. അത് മാത്രമല്ല, ട്രംപ് അഡ്മിനിസ്ട്രേഷന് തീർച്ചയായിട്ടും US കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ മുന്നോട്ടെങ്ങനെ പോകും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വരും മണിക്കൂറുകൾ ഇറാനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. ഗോപികൃഷ്ണൻ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. GK, സൈനികമായി ആക്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ ക്ഷീണത്തെക്കാൾ വലിയ ക്ഷീണമാണ് ഇപ്പോൾ നാവിക ഉപരോധം, അമേരിക്കയുടെ നാവിക ഉപരോധം ഇറാനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ എണ്ണ അത് ശേഖരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഉൽപ്പാദനം നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ എന്നേക്കുമായ എണ്ണ ഉൽപ്പാദനം തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് അവർ പോകും. അത് അവരുടെ രാജ്യത്തെ ആകെ തകർക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഈ ഹോർമൂസിനെ ഒരു ആയുധമാക്കി ഈ യുദ്ധത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ ആദ്യം ശ്രമിച്ചത് ഇറാനാണ്. പക്ഷേ ഈ നാവിക ഉപരോധം എന്ന അമേരിക്കയുടെ നീക്കം അത് ഇറാനെ വല്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം ഈ നിലയിൽ തുടരുന്നത് ഗുരുതരമായി നമ്മളെയൊക്കെ ബാധിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ ഈ എണ്ണവില ഗണ്യമായി കൂടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി പെട്രോളിനും ഡീസലിനും ഒക്കെ ഇനി വില വർദ്ധിക്കാൻ പോകുന്നു. പാചകവാതകത്തിന്റെ കാര്യത്തിൽ നമ്മൾ വീണ്ടും പ്രതിസന്ധിയിലേക്ക് എത്തുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തെ കൂടി ബാധിക്കുന്ന ഒന്ന് പശ്ചിമേഷ്യയിലെ തുടരുന്ന സംഘർഷങ്ങൾ കാരണമാവുകയാണ്. അതിന് പരിഹാരം കണ്ടെത്താനുള്ള നീക്കങ്ങൾ നിലവിൽ ഇപ്പോൾ ഒരു ഭാഗത്തും ശുഭസൂചകമായി കാണുന്നില്ല. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അമേരിക്ക വീണ്ടും ഒരു യുദ്ധം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നടത്തുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്കാണ്. ഇറാൻ, ഇറാഖ്, ലബനോൻ എന്നിവിടങ്ങളിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് UAE പൗരന്മാർ ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യരുത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. 3 രാജ്യങ്ങളിലുമുള്ള പൗരന്മാർ വേഗം തന്നെ തിരികെ നാട്ടിലേക്ക് എത്തണം എന്നതാണ് നിർദ്ദേശം. മുഹമ്മദ് റഹീസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. റഹീസ്, UAEയുടെ ഈ മുന്നറിയിപ്പിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏത് സാഹചര്യത്തിലാണ് UAE പൗരന്മാർക്ക് ഈ തരത്തിലുള്ള ഒരു യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? വീണ്ടും ഇറാന് മേലുള്ള യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണോ ഈ നിയന്ത്രണങ്ങൾ വരുന്നത്? GK, ഗുഡ് മോർണിംഗ്. കാര്യങ്ങൾ ഏതാണ്ട് അത്തരത്തിൽ തന്നെ ആയിരിക്കണം വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു സംഘർഷം അവസാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിയതിനു ശേഷം ഈ UAEയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങളൊക്കെയും അത് വളരെ ചടുലമായ നീക്കങ്ങളാണ്. ഒപ്പം തന്നെ ഈ സംഘർഷ സമയത്ത് ഏറ്റവും അധികം പാഠം പഠിച്ചത് തങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ അതനുസരിച്ചുള്ള നീക്കങ്ങളും UAE നടത്തി വരികയാണ്. അപ്പോൾ പെടുന്നനെ ഇന്നലെ രാത്രി ഒരു 1:30 UAE സമയം 1:30 കൂടിയിട്ടാണ് ഇത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഒരു സർക്കുലർ ഇറക്കുന്നത്. അതിൽ വ്യക്തമായി പറയുന്നു, ഇത്തരത്തിൽ ലബനൻ, ഇറാഖ്, ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്ക് UAE പൗരന്മാർ
പോകരുത്. ഏതെങ്കിലും പൗരന്മാർ ഇത്തരത്തിൽ ഈ 3 രാജ്യങ്ങളിലുമുള്ളവർ എത്രയും വേഗം തിരിച്ച് നാടുകളിലേക്ക് വരണം. അത് ഏത് തരത്തിൽ വരാൻ പറ്റുമോ ആ തരത്തിൽ എത്രയും വേഗം തിരികെ വരണം എന്നുകൂടി ആ ഒരു നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്, ആ ഉത്തരവിലുണ്ട്. ഒപ്പം തന്നെ ഈ വിദേശകാര്യ മന്ത്രാലയത്തിനെ വിളിക്കാനുള്ള ചില നമ്പറുകളും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു സർക്കുലറാണ് വരുന്നത്. അപ്പോൾ ഈ സർക്കുലർ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഈ ഇറാൻ ആക്രമണം, അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തത്. ഇനി ഒരു അമളി പറ്റാൻ പാടില്ല, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടായി അതിൽ പൗരന്മാർ പെട്ടുപോകരുത്, അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് UAE കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ സെൻസ് ചെയ്തുകൊണ്ടാണ് UAE ഇത്തരത്തിലൊരു നീക്കം പെട്ടെന്ന് നടത്തിയത് എന്നുള്ളൊരു ഒരു വീക്ഷണമാണ് പൊതുവെ വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു സംഘർഷത്തിന്റെ കൂടി പടിവാതിലിലാണ് നിൽക്കുന്നത് എന്നാണ് പല വിദഗ്ധരും ഇപ്പോൾ ഈ ഒരു സർക്കുലറിന് ശേഷം വിലയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്രേക്സ് തുടരുകയാണ്. ഒരു അപകട വാർത്തയിലേക്കാണ്. ആലപ്പുഴ ദേശീയപാതയിൽ വണ്ടാനത്ത് ബൈക്ക് അപകടത്തിൽ യുവതിക്കും യുവാവിനും ദാരുണാന്ത്യം. അർത്തുങ്കൽ അരീപ്പറമ്പിൽ കളത്തിൽപ്പറമ്പിൽ അഖിൽ കൃഷ്ണ, ചേർത്തല സ്വദേശി അച്ചു എസ് ദാസ് എന്നിവരാണ് മരിച്ചത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, എങ്ങനെയായിരുന്നു അപകടം? എന്താണ് മറ്റ് വിവരങ്ങൾ? ഇന്നലെ രാത്രി 11:50 അപകടം ഉണ്ടാകുന്നത്. അമ്പലപ്പുഴയിൽ നിന്ന് വണ്ടാനത്ത് നിന്ന് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഈ ബൈക്ക് കയറവേ ദേശീയപാതയിലൂടെ വന്ന ലോറി ഈ ബൈക്കിൽ തട്ടി എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഈ അപകടത്തിൽ 2 പേരും റോഡിലേക്ക് തെറിച്ചു വീണു. ഇതിൽ അച്ചു എസ് ദാസിന്റെ തലയിലൂടെ ലോറി കയറി ഇറങ്ങിയ പെൺകുട്ടി തൽക്ഷണം മരിക്കുകയാണ് ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന അഖിൽ കൃഷ്ണന് ഗുരുതരമായ പരിക്കുകളായിരുന്നു. 2 പേരെയും ഉടൻ തന്നെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അച്ചു തൽക്ഷണവും ഒപ്പം അഖിൽ കൃഷ്ണ ആശുപത്രിയിൽ എത്തിയ ശേഷവും മരിക്കുകയായിരുന്നു. 20ഉം 22 വയസ്സാണ് 2 പേർക്കും ഉള്ളത്. ഇതിൽ അച്ചു എസ് ദാസ് മാർത്താണ്ഡത്തെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. മാർത്താണ്ഡത്ത് നിന്ന് നാട്ടിലെത്തിയതാണ്. കായംകുളത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം അഖിൽ കൃഷ്ണനൊപ്പം ബൈക്കിൽ ചേർത്തലയിലെ വീട്ടിലേക്ക് പോകും വഴിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അഖിൽ കൃഷ്ണ ITI പഠനം പൂർത്തിയാക്കി നിൽക്കുകയാണ്. ഇരുവരും അയൽവാസികളും സുഹൃത്തുക്കളും കൂടിയാണ്. ഇരുവരുടെ മൃതദേഹം ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അടക്കം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ പുന്നപ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആലപ്പുഴ ദേശീയപാതയിൽ വണ്ടാനത്താണ് ബൈക്ക് അപകടത്തിൽ യുവതിക്കും യുവാവിനും ദാരുണാന്ത്യം സംഭവിച്ചത്. അർത്തുങ്കൽ സ്വദേശി അഖിൽ കൃഷ്ണ, ചേർത്തല സ്വദേശി അച്ചു എസ് ദാസ് എന്നിവരാണ് മരിച്ചത്. അശ്വിൻ പാലാടി ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഡീസലിന്റെ കയറ്റുമതി തീരുവ കുറച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ 23 രൂപയാക്കി കുറച്ചു. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ 33 രൂപയാക്കി. പെട്രോൾ കയറ്റുമതി തീരുവയിൽ മാറ്റമില്ല. ആഭ്യന്തര വിപണിയിലെ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമുണ്ടാകില്ല. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരവിന്ദ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഇതെങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്? ദിൽന GK, വിമാന ഇന്ധനത്തിന്റെയും ഡീസലിന്റെയും കയറ്റുമതി തീരുവയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുന്നത്. ഡീസലിന്റെ കയറ്റുമതി തീരുവ ഇപ്പോൾ 23 രൂപയാക്കിയിട്ടുണ്ട്. പ്രധാനമായും 32 രൂപ 50 പൈസയാണ് ഇപ്പോൾ ആ ഡീസലിന്റെ കയറ്റുമതി തീരുവ കുറച്ചിരിക്കുന്നത്. അതേസമയം വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ എന്ന് പറയുന്നത് 33 രൂപയാക്കിയിട്ടുണ്ട്. 9 രൂപയാണ് വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവയിൽ കേന്ദ്രം കുറവ് വരുത്തിയിരിക്കുന്നത്. ഈ ഏപ്രിൽ മാസം ഈ 2 ഇനത്തിന്റെയും കയറ്റുമതി തീരുവ കേന്ദ്രം കൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പരിശോധനകൾക്ക് ശേഷം കയറ്റുമതി തീരുവ കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്രം പോയിരിക്കുന്നത്. അതേസമയം പെട്രോളിന്റെ കയറ്റുമതി തീരുവയിൽ മാറ്റം ഉണ്ടാകില്ലെന്നും ആ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 11-ന് ഈ കയറ്റുമതി തീരുവ വർദ്ധിച്ചപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയത് ആഭ്യന്തര വിപണിയിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുക, കൂടുതൽ വിലവർദ്ധനവ് തടയുക അടക്കമുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം കയറ്റുമതി തീരുവ വർദ്ധിച്ചത്. നിലവിൽ ആ സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡീസലിന്റെയും അതുപോലെ തന്നെ വിമാന ഇന്ധനത്തിന്റെയും കയറ്റുമതി തീരുവ ഇപ്പോൾ കേന്ദ്രം കുറച്ചിരിക്കുന്നത്. അതേസമയം ആഭ്യന്തര വിപണിയിൽ ഇത് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല. കയറ്റുമതി തീരുവയാണ്. എന്തായാലും നമുക്കറിയാം, രാജ്യത്തെ ഇന്ധന പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്ന ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരമൊരു വർധനവ് ഉടൻ ഉണ്ടാകില്ല എന്ന് കൂടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. GK ദില്ല. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലയിലെ ബോട്ട് അപകടത്തിൽ മരണസംഖ്യ 6 ആയി. 31 പേരുമായി പോയ മധ്യപ്രദേശ് ടൂറിസം വകുപ്പിന്റെ ക്രൂയിസ് ബോട്ടാണ് മുങ്ങിയത്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. PR അരവിന്ദ് തന്നെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട്? രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ പുനരാരംഭിച്ചിട്ടുണ്ടോ?
ദിൽന ജി കെ, രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും 10ഓളം പേരെ കണ്ടെത്താനുണ്ട് എന്നതാണ് മധ്യപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ബോട്ടിൽ കൂടുതൽ പേരുണ്ടായിരുന്നോ എന്ന സംശയം കൂടി പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം 29 ടിക്കറ്റുകളാണ് ആ ബോട്ടിൽ കയറുവാൻ വേണ്ടി നൽകിയിരുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ ഇതിൽ ഉണ്ടായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികളടക്കം വ്യക്തമാക്കുകയും അമിതഭാരം കയറ്റിയതാണ് ബോട്ട് മുങ്ങാൻ കാരണമായി ദൃക്സാക്ഷികളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 6 പേരുടെ മരണമാണ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട് എന്ന് മാത്രമാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് 10ഓളം പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. NDRFന്റെയും അതുപോലെ തന്നെ SDRFന്റെയും നിരവധി സംഘങ്ങൾ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ബോട്ട് ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോട്ടിനെ പുറത്തെത്തിച്ചാൽ മാത്രമായിരിക്കും കൂടുതൽ പേർ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത് നടത്തിപ്പുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായ അനാസ്ഥയാണ് ഈ വലിയൊരു അപകടത്തിന് കാരണമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ പേരെ ഈ ബോട്ടിലേക്ക് പ്രവേശിപ്പിച്ചു അടക്കമുള്ള കാര്യങ്ങൾ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തതും അപകടത്തിന് കാരണമായെന്നതും പോലീസ് വ്യക്തമാക്കുകയാണ്. ദിൽന ജി കെ. ശരി അരവിന്ദ്, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ബോട്ട് അപകടമുണ്ടായത്. 31 പേരുടെ സംഘമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പ്രാഥമികമായി ഉള്ള നിഗമനം. അതിൽ 6 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ പേർക്കായി ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ കോഴിക്കോട് കൊയിലാണ്ടി കീഴരിയൂർ സ്വദേശിയെ ലഹരി സംഘം മർദ്ദിച്ചു എന്നൊരു പരാതി വരുന്നുണ്ട്. കീഴരിയൂർ സ്വദേശി നെയ്മിനാണ് മർദ്ദനമേറ്റത്. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുത്തതാണ് പ്രകോപന കാരണമായതെന്ന് നെയ്ം പറയുന്നു. അനീഷ് ദേവസ്യ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായുണ്ട്. അനീഷ്, ഇതെന്താണ് ഈ കൊയിലാണ്ടിയിൽ കീഴരിയൂർ സ്വദേശിയെ ഈ സംഘം മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? ജി കെ, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതായത് കൊയിലാണ്ടി കീഴൂർ സ്വദേശി നെയ്മിനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഈ ലഹരിയമ്മ ഒരു സംഘം ലഹരി മാഫിയ സംഘം അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി മർദ്ദിക്കുകയായിരുന്നാണ് അദ്ദേഹം ഇപ്പോൾ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. ഈ പ്രദേശത്ത് ഈ ലഹരിക്കെതിരെ ശക്തമായ ഒരു നിലപാടെടുത്ത ആളാണ് നെയ്ം. ഇതിൽ പ്രകോപിതരായാണ് ഒരു സംഘം ഈ ലഹരി മാഫിയ സംഘം അദ്ദേഹത്തിനെ വീട്ടിൽ കയറി ഇന്നലെ രാത്രി 8 മണിയോടുകൂടി മർദ്ദിക്കുന്നത്. ഈ കഴുത്തിനും നെഞ്ചിനും പരിക്കേറ്റ നെയ്മിനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ലഹരി മാഫിയ സംഘത്തിന്റെ ശക്തമായ ഒരു സ്വാധീനമുണ്ടെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഇതിനെതിരെ ഒരു ശബ്ദമുയർത്തിയ ആളാണ് നെയ്മ. അതിൽ പ്രകോപിതനായതാണ് അദ്ദേഹത്തിന് മർദ്ദനമേറ്റിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കൊയിലാണ്ടി പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജി കെ. ശരി, അനീഷ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ നിന്ന് പിന്മാറാനുള്ള UAEയുടെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 58 വർഷം നീണ്ട ഒപെക് അംഗത്വമാണ് UAE ഉപേക്ഷിക്കുന്നത്. UAEയുടെ തീരുമാനത്തിന് പിന്നിലുള്ള കാരണങ്ങളും അത് ആഗോള വിപണിയിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണ് പരിശോധിക്കാം. ഒപെക്കിൽ നിന്ന് പിന്മാറുന്നതായി കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് UAE പ്രഖ്യാപിച്ചത്. 1967 മുതൽ സംഘടനയിൽ അംഗമായിരുന്ന UAEയുടെ ഈ തീരുമാനം അന്താരാഷ്ട്ര എണ്ണ വിപണിയെ തന്നെ ഞെട്ടിച്ചു. UAEയുടെ ഈ ചരിത്രപരമായ പിന്മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ നിരവധി ഘടകങ്ങളുണ്ട്. ഉൽപാദന നിയന്ത്രണങ്ങളോടുള്ള വിയോജിപ്പാണ് ഇതിൽ പ്രധാനം. ഒപെക് നിശ്ചയിക്കുന്ന ഉൽപാദന പരിധി തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാണെന്നാണ് UAE കരുതുന്നത്. പ്രതിദിനം 48.5 ലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുണ്ടായിട്ടും ഒപെക് നിയന്ത്രണം കാരണം അത് 32 ലക്ഷം ബാരലായി പരിമിതിപ്പെടുത്തേണ്ടി വരുന്നത് UAE അതൃപ്തരാക്കിയിരുന്നു. ഇതിനു പുറമെ എണ്ണ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഏകദേശം $15,000 കോടി UAE നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപത്തിൽ നിന്ന് ലാഭം കൊയ്യണമെങ്കിൽ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. സൗദി അറേബ്യയുമായുള്ള ഭിന്നതയാണ് മറ്റൊരു കാരണം. ഒപെക്കിനുള്ളിൽ സൗദി അറേബ്യയുടെ ആധിപത്യവും അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങളും UAEയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. പ്രാദേശിക രാഷ്ട്രീയത്തിലും സാമ്പത്തിക നയങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മത്സരം വർദ്ധിച്ചതും പിന്മാറ്റത്തിന് കാരണമായെന്നാണ് വിവരം. UAEയുടെ പിന്മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. 2019 ഖത്തറിനും 2024 അങ്കോളയ്ക്കും പിന്നാലെ UAEയും പുറത്തുപോയത് ഒപെക്കിന്റെ ശക്തി കുറയ്ക്കാൻ കാരണമാകും. ലോകത്തിലെ വലിയ എണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യക്ക് ഇത് ഗുണകരമായേക്കാം. UAE കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് വിപണിയിൽ എണ്ണ ലഭ്യമാക്കാൻ സഹായിക്കുമെന്നതിനാലാണ് ഇത്. എന്നാൽ യുദ്ധ സാഹചര്യങ്ങൾ മൂലം ക്രൂഡ് വില ഉടനെ കുറയാനുള്ള സാധ്യതകൾ ഇല്ല എന്നതാണ് വാസ്തവം. റിസർച്ച് ഡെസ്ക് 24. എറണാകുളം കരിമുകൾ സ്വദേശിയായ 14-കാരി നിഹാല ഫാത്തിമയെ കാണാതായിട്ട് ഇന്നേക്ക് 3-ാം ദിവസം. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് നിഹാലയെ കാണാതായത്.
ഇന്നലെ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധിച്ചിരുന്നു. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, ഗുഡ് മോർണിംഗ് വിപിൻ. വിപിൻ, ഈ കരിമുകൾ സ്വദേശിയായ 14-കാരി നിഹാല ഫാത്തിമയെ കാണാതായിട്ട് ഇതിപ്പോൾ 3-ാം ദിവസമാണ്. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടോ? എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിഗമനത്തിലെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഡോഗ് സ്ക്വാഡൊക്കെ എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയല്ലോ, വിവരങ്ങൾ എന്താണ്? ഇതുവരെയും അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശങ്കയായി തുടരുന്നത്. ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസമായിരിക്കുന്നു. കരിമുകൾ സ്വദേശിയാണ് നിഹാല ഫാത്തിമ. 14 വയസ്സാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതായത് ഒരു 12 മണിയോടുകൂടി വീടിന്റെ വാതിലും ഗേറ്റും തുറന്നു കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് നിഹാല വീട്ടിലില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ കരിമുകളിന് തൊട്ടടുത്തുനിന്ന് CCTV ദൃശ്യങ്ങളിൽ നടന്നു പോകുന്ന 2 ബാഗുമായി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ആ പ്രദേശം വരെ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഡോഗ് സ്ക്വാഡിന്റെ ഒരു പരിശോധന കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും മറ്റേതെങ്കിലും വാഹനത്തിൽ കയറി പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ളൊരു തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വഴക്ക് നടന്നിരുന്നു. അതിനുശേഷമാണ് നിഹാല ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അമ്പലമേട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരുകയാണ്. എവിടെയാണ് എന്നുള്ളതിന് ഇന്ന് എന്തെങ്കിലും ഒരു ക്ലൂ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ബന്ധുക്കൾക്കും ഉള്ളത്. GK. ശരി, വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിഹാലയെ കണ്ടെത്തുന്ന ആ ഫോട്ടോ നമ്മൾ നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിക്കേണ്ടതാണ്. 3-ാം ദിവസമാണ് ഈ പെൺകുട്ടിയെ കാണാതായിട്ട് ഇന്നേക്ക് തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. പോലീസിന്റെ കയ്യിലുള്ള ആകെയുള്ള ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഈ CCTV ദൃശ്യങ്ങൾ മാത്രമാണ്. അതായത് ബാഗൊക്കെ എടുത്ത് പുറപ്പെട്ടു പോകുന്നത് പോലെ നമുക്ക് തോന്നുന്ന ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഹാല രാത്രി 12 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഈ വാതിലും അതുപോലെ തന്നെ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിഹാല നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ്. പോലീസിന് ഒരുപക്ഷെ അവർക്ക് റെഫറൻസ് ഉള്ളത് ഈ ദൃശ്യങ്ങൾ മാത്രമാണ്. മറ്റൊരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല. 3 ദിവസമാകുന്നു നിഹാലയെ കാണാതായിട്ട്. 14 വയസ്സുള്ള നിഹാല ഫാത്തിമ എനിക്കൊന്ന് വീട്ടിൽ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കളുമായി എന്തോ തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് നിഹാലയെ ഈ വീട് വിടാൻ പ്രേരിപ്പിച്ചത്, ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധനയിൽ കണ്ടെത്തേണ്ടതാണ്. ഇന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടും എന്ന് നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാം. മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. കുംഭമേള വൈറൽ താരത്തിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തുന്നു, മണിപ്പൂർ ഡയറി സിനിമയുടെ സംവിധായകൻ സനോജ് മിശ്ര അപമര്യാദയായി പെരുമാറി തുടങ്ങിയ പരാതികളിൽ പോക്സോ വകുപ്പ് അക്കം ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. സനോജ് മിശ്രയ്ക്കെതിരായ പരാതി മധ്യപ്രദേശ് പോലീസിന് കൈമാറും. പെൺകുട്ടിയുടെ മൊഴി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം തന്റെ വയസ്സുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വ്യാജമാണെന്നും തന്നെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നു എന്നുമാണ് പെൺകുട്ടിയുടെ വാദം. ബംഗളൂരുവിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. ഹോസ്റ്റലിൽ സഹപാഠികൾ ലഹരി ഉപയോഗിച്ചത് ആദിത്യൻ ചൂണ്ടിക്കാട്ടിയതോടെ മകനെ ഒറ്റപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി ആദിത്യനെയാണ് ഇന്നലെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരുവിക്കര ഇരുമ്പ സ്വദേശിയായ ആദിത്യൻ ബാംഗ്ലൂർ BTL സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 2-ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് ഹോസ്റ്റൽ മുറിയിൽ ആദിത്യനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 പേരുള്ള റൂമിലാണ് ആദിത്യൻ താമസിച്ചിരുന്നത്. ആദിത്യന്റെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പരാതി സ്വീകരിക്കാൻ പോലീസ് മടിച്ചെന്നും കുടുംബം പറയുന്നു. കാത്തിരിക്കേണ്ടി വന്നു. കാരണം ഞങ്ങൾ വന്നതിന് ശേഷമാണ് DK ശിവകുമാറിൻ്റെ ഭാര്യയുടെ അനിയത്തി വന്നത്. അവരെയൊക്കെ വിളിച്ചതിന് ശേഷമാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളൊരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷമാണ് ഞങ്ങളെ വിളിച്ചത്. റൂമിൽ സഹപാഠികൾ ലഹരി ഉപയോഗിച്ചതിൽ ആദിത്യൻ പരാതി നൽകിയതിന് പിന്നാലെ മകനെ സുഹൃത്തുക്കളുടെ ഇടയിലും കോളേജിലും ഒറ്റപ്പെടുത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സംഭവത്തിൽ ഹെബ്ബഗോഡി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 ബംഗളൂരു. റിനു ശ്രീധർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ വാർത്തയുടെ തുടർ വിവരങ്ങളുമൊക്കെയായി. ബംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. റിനു അതിന്റെ വിവരങ്ങൾ നൽകും. റിനു, എപ്പോഴാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക? എന്താണ് റിനു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ?
GK, ഗുഡ് മോർണിംഗ്. ആദിത്യന്റെ മൃതദേഹം രാവിലെ തന്നെ അരുവിക്കരയിലെ വസതിയിലേക്ക് എത്തിക്കും. സംസ്കാര ചടങ്ങുകൾ വസതിയിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ്, അതായത് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് ബാംഗ്ലൂരുവിലെ നഴ്സിംഗ് കോളേജിൽ ഈ ആദിത്യൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് ചില ആരോപണങ്ങളുണ്ട് ബന്ധുക്കൾക്ക്. തുടർന്ന് ഈ ബാംഗ്ലൂരുവിലെ പോലീസ് സ്റ്റേഷനിൽ, ഈ നഴ്സിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മകനൊപ്പം താമസിക്കുന്ന മറ്റു 4 പേർ അവർ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് അതിനെ വിലക്കുന്ന ഒരു സാഹചര്യം മകന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായിരിക്കാം ഇത് ആത്മഹത്യയെന്ന് സ്ഥിരീകരിക്കുന്നില്ല, അതായിരിക്കാം ഈ മരണത്തിലേക്ക് നയിച്ചത്. എന്താണ് ഈ മരണത്തിന്റെ പ്രധാന കാരണം? തന്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ആദിത്യന്റെ പിതാവ് പറയുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹെബഗോഡി പോലീസ് സ്റ്റേഷനിൽ പരാതിയായി തന്നെ നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പോലീസ് പരാതിയൊന്നും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനുശേഷം പോലീസ് പരാതി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും BTL സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. GK, ആദിത്യനെ ചൊവ്വാഴ്ചയാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദിത്യന്റെ മൃതദേഹം, നഴ്സിംഗ് വിദ്യാർത്ഥിയായ ആദിത്യന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. അതിന്റെ വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ജീവനൊടുക്കിയ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. CPM നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ നിർവഹിച്ചു. 1118 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായാണ് വീട് നിർമ്മിക്കുന്നത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ടും 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ടും ലഭിക്കണം എന്നിപ്പോഴ് നിർദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിതിനെ അടക്കം ചെയ്ത കുന്നുനടയിലെ അതേ ഭൂമിയിലാണ് കുടുംബത്തിനായി CPIM പുതിയ വീട് പണി കഴിപ്പിക്കുന്നത്. CPIM വിളപ്പിൽ വിതുര ഏരിയ കമ്മിറ്റികൾ ചേർന്നാണ് വീട് നിർമ്മിക്കുക. പാർട്ടി അംഗങ്ങളിൽ നിന്നു മാത്രം ഫണ്ട് പിരിവ് നടത്തിയാണ് വീട് നിർമ്മാണം. 24 തിരുവനന്തപുരം. കാസർഗോഡ് എളേരിത്തട്ടിൽ പാമ്പുകടിയേറ്റ് മരിച്ച 4 വയസ്സുകാരിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. എളേരിത്തട്ട് കുറുവാട്ടിൽ ശരത് അജിത് ദമ്പതികളുടെ മകൾ ഹൃദു ചന്ദ്രയ്ക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അമ്മാവിന്റെ വീടിന്റെ മുറ്റത്ത് കളിക്കുന്നതിനിടയിലാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. പരിയാരം മെഡിക്കൽ കോളേജിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലായിരുന്ന കുട്ടി ഇന്നലെയാണ് മരിച്ചത്. ഇന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഉച്ചയോടെ എളേരിത്തട്ടിലെ വീട്ടിലെത്തിക്കും. വീട്ടിനുള്ളിൽ കയറിയ പാമ്പ് വീട്ടിൽ നിന്നിറങ്ങിപ്പോകാതെ വീട്ടുകാരെ മുൾമുനയിൽ നിർത്തിയത് 6 ദിവസമാണ്. കോഴിക്കോട് കുണ്ടുപറമ്പിലാണ് ഈ സംഭവം. വനം വകുപ്പിന്റെ പാമ്പ് പിടുത്തക്കാരെ പോലും കബളിപ്പിച്ച പാമ്പ് അവസാനം വീട്ടിലെ ബാത്റൂമിൽ വെച്ച് പിടിയിലായി. കോഴിക്കോട് കുണ്ടുപറമ്പിലെ ഡയമണ്ട് എന്ന വീട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് കഴിഞ്ഞ 6 ദിവസമായി പാമ്പും ഇവിടുത്തെ കുടുംബവും തമ്മിലുള്ള ഒരു ഒളിച്ചുകളി നടന്നത്. അപ്പം ഗൃഹനാഥനായിട്ടുള്ള ഹേമന്ത് തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ചേട്ടാ, ഒരു 6 ദിവസമായി എന്തായാലും കുടുംബം മുൾമുനയിലായിരുന്നു എന്ന് മനസ്സിലായി. അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് വൈഫ് വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ വന്നു. അപ്പോൾ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഞാൻ ഈ ബാത്റൂമിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഡോറ് ഇങ്ങനെ തുറന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് ഒരു പാമ്പ് പടയുന്നത് കണ്ടു. അപ്പം പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണല്ലോ. അപ്പം പാമ്പ് ബാത്റൂമിൽ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കണ്ട സമയത്ത് പേടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഡോറ് ക്ലോസ് ചെയ്തു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, റിസൾട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പാമ്പ് പിടുത്തത്തെ നമ്പർ വന്നിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ഫോറസ്റ്റിൻ്റെ ഓഫീസാണെന്നാണ് തോന്നുന്നത് എനിക്ക്. അവിടുന്ന് അവർ റിസീവർ അയച്ചു തന്നു. ആ റിസീവർ 1 മണിക്കൂർ റിസീവർ വന്നു. അവർ കംപ്ലീറ്റ് ഇവിടെ പരിശോധിച്ചു, വെള്ളമടിച്ചിട്ടും ടോർച്ചടിച്ച് പരിശോധിച്ചു. 1 മണിക്കൂർ നോക്കി, ഒന്നും കണ്ടില്ല. അവർ പറഞ്ഞു കണ്ടില്ല എന്ന്. അവർ പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ രാവിലെ ഒന്ന് നോക്കി, ഒന്നും കണ്ടില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വൈഫ് വീണ്ടും ഒന്ന് നോക്കിയപ്പം പാമ്പ് ഇവിടെ അന്ന് ഇതങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇതിൻ്റെ വാതിലിടയിൽ പാമ്പ് വന്നിട്ട് പാമ്പ് ഇങ്ങനെ സ്വയം തള്ളി ഇങ്ങനെ ഉള്ളോട്ട് പോകുന്നു. തല പുറത്തുണ്ട്, പകുതി പോകാൻ പുറത്തുണ്ട്. അപ്പോൾ അവസാനം മുമ്പിൽ ഞങ്ങൾ നോക്കി കംപ്ലീറ്റ് ഉള്ളോട്ട് പോക്കി. അപ്പോൾ പിന്നെ ഞങ്ങൾ തുറന്നില്ല. നേരെ ഞാൻ ഈ ഒരു വെയിറ്റ്, ഈ ഒരു ടൈൽസ് എടുത്ത് ഇവിടെ വെച്ചു, ബ്ലോക്ക് ചെയ്തു. ഇതൊന്നും അടുപ്പിച്ച് വെച്ചു. വീണ്ടും റിസീവർ വന്നു. 1 മണിക്കൂർ വന്നപ്പം അതും കംപ്ലീറ്റ് പരിധി. ഒരെണ്ണത്തിനും ഒന്നും കിട്ടിയില്ല. ഒരു റൂമിൽ പാമ്പും മറുറൂമിൽ നമ്മൾ കിടന്നുറങ്ങാനുള്ള വീട്ടിൽ വല്ലാത്തൊരു അനുഭവമാണത്. അങ്ങനെ അനുഭവിക്കുന്നവർക്ക് അത് അറിയില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അറിയില്ല.
അങ്ങനെ അത് കഴിഞ്ഞു 3-ാമത്തെ ദിവസം ഞാൻ വൈഫ് വന്ന് നോക്കുക, വെറുതെ തുറന്നിങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് എൻ്റെ നമ്മുടെ ക്ലോസറ്റിൻ്റെ അതൊന്ന് റെഡി അടച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെ അടയ്ക്കാൻ വേണ്ടി അവൾ കഴിയുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ഇവിടെ ഒരു മിററുണ്ട്, മിററിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പേടിച്ച് ഞങ്ങൾ മാറി അടച്ചു. വീണ്ടും ഒരു റിസീവർ വിളിച്ചു, വീണ്ടും ഒരാൾ വന്നു. അദ്ദേഹം 1 മണിക്കൂർ നോക്കി കണ്ടില്ല. അങ്ങനെ ഒരു കള്ളക്കളി നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അടച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നില്ല. ഇവിടുത്തെ നമ്മുടെ വാർഡ് കൗൺസിലർ ഷിംജി സാർ വിളിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, പേപ്പറിൽ കണ്ടു, അപ്പം എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താ ചെയ്യാൻ? അപ്പം ഒരാളുണ്ട് പറഞ്ഞു. അവിടുത്തെ നമ്മുടെ അയൽക്കാരൻ ഈ നാട്ടുകാരൻ ഒരാളുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. അദ്ദേഹം വേറൊരാളും അദ്ദേഹം ഈ പാമ്പ് പിടിക്കുന്ന ആളെ കൂട്ടി വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സംശയം ഈ വാഷ് ബേസിനുള്ളിൽ എവിടെ ഉണ്ടെന്നാണ്. പുള്ളി കറക്റ്റായിട്ട് അവിടെയൊക്കെ ഒന്ന് വെള്ളം അടിച്ചു നോക്കി, ടോർച്ച് അടിച്ചൊക്കെ നോക്കിയപ്പോൾ സംഗതിയെ പുള്ളി കണ്ടെത്തി. ഏതോ ഒരു ഗ്യാപ്പ് പോയിട്ട് ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുകയാണ് ബേസിൻ്റെ അടിയിൽ. അതിൻ്റെ ഉള്ളിൽ കുറേ പൊത്തൊക്കെ ഉണ്ട്. നമുക്കിത് ശരിക്കും ഭയങ്കര ഡേഞ്ചറാണ് ശരിക്കും അത്. വന്ന് പറക്കാൻ സൗകര്യം അവർക്ക്. അപ്പോൾ അതിനെ പുള്ളി കണ്ടെത്തി. പിന്നെ പുള്ളി പറഞ്ഞ് കുറച്ച് ചേരയാണ് പേടിക്കാനാണ്. പുള്ളിക്ക് ധൈര്യമായി. അപ്പോൾ അതിനെ പുള്ളി എല്ലാം എടുത്തു, അതിനെ ഇതാക്കി കൊണ്ടുപോയി. എന്തായാലും 6 ദിവസത്തേക്കുള്ള അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു, വിഷമമുള്ള അവസ്ഥയായിരുന്നു. എന്തായാലും 6 ദിവസത്തെ ഒളിച്ചുകളിക്ക് ശേഷം പാമ്പിനെ കിട്ടിയതിൻ്റെ ആ ഒരു ആശ്വാസത്തിലാണ് കുടുംബം. ക്യാമറാമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ പോലീസ് ജീപ്പും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് അപകടമുണ്ടായത്. പൊങ്ങംചാൽ കൊടിയംകുണ്ട് ഉന്നതിയിലെ സി രാജുവാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. വാഹനത്തിൽ കുടുങ്ങിക്കിടന്ന രാജുവിനെ ഓട്ടോ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ വൈകിട്ട് 7:30യോടെയാണ് അപകടമുണ്ടായത്. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന്റെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന വാഹനമാണ് ഓട്ടോയുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ASI കൗസല്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാർട്ടി വിട്ട് BJPയിലേക്ക് പോയ രാജ്യസഭാ MPമാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ആം ആദ്മി പാർട്ടി പഞ്ചാബിലും ഡൽഹിയിലും വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിന് പുറമെ മെയ് 5-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായുള്ള കൂടിക്കാഴ്ചയിൽ 7 MPമാരെയും അയോഗ്യരാക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ആവശ്യപ്പെട്ടു. അതിനകത്തെ ന്യൂസ് ബ്രേക്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.